ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഇടമാണ് ഫോർട്ട് കൊച്ചി. മെഹബൂബ് എന്ന ഗായകൻ്റെ സ്വന്തം ജന്മസ്ഥലം. ഫോർട്ട് കൊച്ചി ജന്മം നൽകിയ അനുഗ്രഹീതനായ നടനാണ് യാക്കോബ് അബ്ദുർ റഹ്മാൻ. യാക്കോബ് അബ്ദുർ റഹ്മാൻ സിനിമയിൽ അറിയപ്പെട്ടത് JAR ആനന്ദ് എന്ന പേരിലാണ്. അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് നീലക്കുയിലിൽ. നീലക്കുയിലിലെ ചാത്തൻ പുലയൻ്റെ വേഷം അവിസ്മരണീയമാക്കി JAR ആനന്ദ്. രാരിച്ചൻ എന്ന പൗരൻ, ചെകുത്താൻ കോട്ട, അഴിമുഖം, സിന്ദൂരച്ചെപ്പ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു അദ്ദേഹം. സിനിമയിലൊക്കെ അഭിനയിച്ച് കുറച്ച് കാശൊക്കെ ആയപ്പോൾ JAR ആനന്ദ് ഒരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞ് എന്നായിരുന്നു സിനിമയുടെ പേര്. സത്യൻ നായകൻ. പക്ഷേ ആ സിനിമാ നിർമ്മാണം പകുതി വഴിയിൽ നിന്നു. JAR ആനന്ദ് കടക്കാരനായി മാറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വപ്നം മുഴുവൻ തൻ്റെ മകളായ സബിത ആനന്ദിലായിരുന്നു. സബിത ആനന്ദ് ബാലതാരമായി മലയാളത്തിൽ തുടക്കം കുറിച്ചു. JAR ആനന്ദിനോട് കടപ്പാടുള്ളവർ സബിതയ്ക്ക് ബാലതാരമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം നൽകി. സബിത വളർന്നപ്പോൾ മുൻനിര നായികയായി മാറുമെന്ന് നിരൂപകർ വിലയിരുത്തി. നാനയും സിനിമാമംഗളവും വെള്ളി നക്ഷത്രവും അടക്കമുള്ള വാരികകളൊക്കെ സബിതയ്ക്ക് വലിയൊരു പിന്തുണ നൽകി ആനന്ദിൻ്റെ മകളെന്ന നിലയിൽ. സബിത ആനന്ദ് എന്ന പേരിലാണ് സബിത സിനിമയിൽ എത്തിയത്. ഉണരൂ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി കയ്യടി നേടി സബിത. എൻ്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ ശങ്കറിൻ്റെ നായികയായിരുന്നു അവർ. പിന്നീട് അങ്ങോട്ട് നായിക വേഷത്തിൽ തിളങ്ങാൻ അവർക്ക് ആയില്ല. കടുത്ത ദാരിദ്ര്യത്തെ അതിജീവിക്കാനാണ് താൻ സിനിമയിൽ എത്തിയതെന്ന് സബിത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് സബിത വലിയൊരു അബദ്ധം കാണിച്ചു. ഉണരൂ, എൻ്റെ കളിത്തോഴൻ എന്നീ ചിത്രങ്ങളിൽ നായികയായി വിലസിയപ്പോൾ ഒരു ബ്രേസിയർ കമ്പനിയുടെ പരസ്യത്തിൽ സബിത പ്രത്യക്ഷപ്പെട്ടു. ബ്രേസിയർ അണിഞ്ഞ് നിൽക്കുന്ന സബിതയുടെ ചിത്രം ആ കമ്പനി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അത് സബിതയുടെ നായികാ പദവിക്ക് തിരിച്ചടിയായി മാറി. സബിതയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു തീരുമാനം. നല്ല പണം ബ്രേസിയർ കമ്പനി സബിതയ്ക്ക് കൊടുത്തു. പക്ഷേ അത് അവരുടെ കരിയറിൽ വലിയ തിരിച്ചടിയായി. പിന്നീട് മലയാളത്തിൽ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് പറ്റിയില്ല. പല ചിത്രങ്ങളിലും സെക്സി വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയി അവർ. തമിഴിലും സബിത എത്തി നോക്കി. മലയാളത്തിൽ രക്ഷപ്പെടാത്തപ്പോൾ പ്രഭുവുമൊത്ത് ചിന്നപ്പൂവെ മെല്ലപ്പേച്ച് എന്ന ചിത്രത്തിൽ അവർ നായികയായി അഭിനയിച്ചു. പക്ഷേ ആ ചിത്രം പ്രതീക്ഷിച്ച വിജയം കൈക്കൊണ്ടില്ല. തമിഴിൽ പല ചിത്രങ്ങളിലും സബിത പ്രത്യക്ഷപ്പെട്ടെങ്കിലും അതൊന്നും ശ്രദ്ധേയമായി തീർന്നില്ല. പിന്നീട് സബിത ഔട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത്. സബിത എടുത്ത തെറ്റായ തീരുമാനം. അല്പം പണത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പല നടിമാർക്കും ഉണ്ട്. ആ കണക്കുകൂട്ടലാണ് അന്നത്തെ കാലത്ത് സബിതയുടെ വഴി തെറ്റിച്ചത്. ബ്രേസിയറൊക്കെ അണിഞ്ഞ് അന്നത്തെ കാലത്ത് പരസ്യത്തിന് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കാമസൂത്രയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അത്ര സെൻസേഷണലായിരുന്നു സബിതയുടെ ആ ചിത്രം. അത് നാന അടക്കമുള്ള സിനിമാ വാരികളിലൊക്കെ അടിച്ചു വന്നു. ബ്രേസിയർ കമ്പനി സബിതയെ നന്നായി മാർക്കറ്റ് ചെയ്തു. പക്ഷേ സബിതയ്ക്ക് രക്ഷയില്ലാതായി മാറി. സബിതയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണം അസാധ്യമായി മാറി. ഒന്നുമല്ലാതായി തീർന്ന സബിത ഇപ്പോൾ മലയാള സിനിമയിൽ ശക്തമായ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു. പ്രതിച്ഛായ എന്ന ചിത്രത്തിൽ നല്ല റോളായിരുന്നു അവർക്ക്. സീരിയലുകളിലൊക്കെ സജീവമായിരുന്നു ഒരു കാലത്ത് അവർ. അഭിനയത്തിലൂടെ അതിജീവനം ആഗ്രഹിച്ച സബിതയ്ക്ക്
മലയാള സിനിമ നൽകിയത് തിരിച്ചടികളുടെ കണ്ണീർ കഥകൾ മാത്രം.